ഇന്ന് നമ്മൾ ബോഡി ഫ്ലൂയിഡ്സ് ആൻഡ് സർക്കുലേഷൻ എന്ന ഭാഗമാണ് എടുക്കുന്നത്. ബോഡി ഫ്ലൂയിഡ്സ് ആൻഡ് സർക്കുലേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ശരീരത്തിലെ ഫ്ലൂയിഡ്സ്, ആ ഫ്ലൂയിഡ്സ് എന്തൊക്കെ ധർമ്മങ്ങളാണ് നിർവഹിക്കുന്നത്, അത്തരം ഫ്ലൂയിഡ്സിന്റെ ആവശ്യകത എന്താണ് എന്നതൊക്കെയാണ് നമ്മൾ ഇവിടെ പഠിക്കുന്നത്. അപ്പോൾ അത് ഈ ബോഡി ഫ്ലൂയിഡ്സ് എന്ന് പറഞ്ഞാൽ പ്രധാനമായി രണ്ട് ബോഡി ഫ്ലൂയിഡ്സ് ആണ് നമ്മുടെ ശരീരത്തിലുള്ളത്. ഒന്ന് ബ്ലഡ്, നമുക്കറിയാം, മറ്റൊന്ന് ലിംഫാണ്. ഇതിനെക്കുറിച്ച് രണ്ടിനെ കുറിച്ച് ഞാൻ നിങ്ങളോട് സൂചിപ്പിച്ചിരുന്നു. ഈ ബ്ലഡ്, ലിംഫ് എന്നീ രണ്ട് ഫ്ലൂയിഡ്സിനെ കുറിച്ചാണ് നമ്മൾ പ്രധാനമായും പറഞ്ഞത്. കൂടുതൽ ബ്ലഡിനെ കുറിച്ച് തന്നെയാണ് പഠിക്കുന്നത്. ലിംഫ് അത്ര ബ്ലഡ് പഠിച്ചു കഴിയുമ്പോൾ പിന്നെ അതിന് ലിംഫിനെ അത്ര പ്രാധാന്യം നമുക്ക് ഇവിടെ പഠിക്കുന്നില്ല. അതുകൊണ്ട് നമ്മൾ ബ്ലഡിനെ കുറിച്ചാണ് കൂടുതൽ പറയുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞിലേക്ക് വരാം. സർക്കുലേഷൻ, ബോഡി ഫ്ലൂയിഡ്സ് ആൻഡ് സർക്കുലേഷൻ. നമ്മുടെ ശരീരത്തിലെ ബോഡി ഫ്ലൂയിഡ്സും അവയുടെ സർക്കുലേഷനും, അവയുടെ ശരിക്കും ശരീരത്തിൽ എങ്ങനെയാണ് അവ സർക്കുലേറ്റ് ചെയ്യുന്നത് എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ബ്ലഡ് ആൻഡ് ലിംഫ് ഹെൽപ്സ് ഇൻ ദി ട്രാൻസ്പോർട്ട് ഓഫ് സർട്ടൻ സബ്സ്റ്റൻസസ് ഇൻ ഹയർ ഓർഗാനിസം ഇൻക്ലൂഡിംഗ് മാൻ. നമുക്കറിയാം രണ്ട് ഫ്ലൂയിഡ്സ് ആണ് ഞാൻ പറഞ്ഞു, ബ്ലഡും ലിംഫും ആണ്. അതിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ദി ഹെൽപ്സ് ഇൻ ട്രാൻസ്പോർട്ട് ഓഫ് സബ്സ്റ്റൻസസ്. നമ്മുടെ ശരീരത്തിലെ സബ്സ്റ്റൻസസിന്റെ പലതരത്തിലുള്ള വസ്തുക്കൾ നമ്മുടെ ശരീരത്തിൽ ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടുന്നത് ഈ രണ്ട് ഫ്ലൂയിഡ്സിലൂടെയാണ്. ബ്ലഡും ലിംഫും നമ്മുടെ ശരീരത്തിൽ ട്രാൻസ്പോർട്ടിനാണ് സഹായിക്കുന്നത്. സോ ബ്ലഡ് ആൻഡ് ലിംഫ് ഹെൽപ്സ് ഇൻ ദി ട്രാൻസ്പോർട്ട് ഓഫ് സർട്ടൻ സബ്സ്റ്റൻസസ് ഇൻ ഹയർ ഓർഗാനിസം ഇൻക്ലൂഡിംഗ് മാൻ. അപ്പോൾ ഉയർന്നതരം ജീവികളിലെല്ലാം തന്നെ അവരുടെ ശരീരത്തിൽ വസ്തുക്കൾ ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടുന്നത് ബ്ലഡ്, ലിംഫ് എന്നീ രണ്ട് ഫ്ലൂയിഡ്സിലൂടെയാണ്. അതാണ് നമ്മൾ ബോഡി ഫ്ലൂയിഡ്സ് ആൻഡ് സർക്കുലേഷൻ ഒന്നാമതായിട്ടുള്ളത്. ആ രണ്ട് ഫ്ലൂയിഡ്സിന്റെ പേരാണ് ബ്ലഡും ലിംഫും. ആദ്യം നമ്മൾ ബ്ലഡിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. നിങ്ങൾക്കറിയാം, ബ്ലഡ് ഈസ് എ സ്പെഷ്യൽ കണക്റ്റീവ് ടിഷ്യൂ കൺസിസ്റ്റിംഗ് ഓഫ് എ ഫ്ലൂയിഡ് മാട്രിക്സ് കോൾഡ് പ്ലാസ്മ ആൻഡ് ഫോംഡ് എലമെന്റ്സ്. ഈ രണ്ട് ഘടകങ്ങളാണ് പ്രധാനമായും നമ്മുടെ ബ്ലഡിനുള്ളത്. അപ്പോൾ ബ്ലഡ് ഒരു കണക്റ്റീവ് ടിഷ്യൂ ആണ്, ഫ്ലൂയിഡ് കണക്റ്റീവ് ടിഷ്യൂ ആണ് എന്നൊക്കെ ഉള്ളത് നമ്മൾ നേരത്തെ പഠിച്ചു. നമ്മൾ കണക്റ്റീവ് ടിഷ്യൂ എന്ന് പറയുന്ന ഒരു ഭാഗം നമ്മൾ പഠിച്ചിരുന്നു. അതിനകത്ത് നമ്മൾ ഫ്ലൂയിഡ് കണക്റ്റീവ് ടിഷ്യൂവിന് എക്സാമ്പിൾ ആയിട്ട് ബ്ലഡാണ് പഠിച്ചത്. ഒരു നമ്മുടെ ശരീരത്തിൽ ഫ്ലൂയിഡ് കണക്റ്റീവ് ടിഷ്യൂ ആണ് ബ്ലഡ്. അപ്പോൾ അതും ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. അത് നമ്മൾ നേരത്തെ പഠിച്ചാണ് അത് ഓർത്തിരുന്നത്. അപ്പോൾ ബ്ലഡ് ഈസ് എ സ്പെഷ്യൽ കണക്റ്റീവ് ടിഷ്യൂ. അതായത് ഉദ്ദേശിക്കുന്ന സ്പെഷ്യൽ എന്ന് വെച്ചാൽ ഫ്ലൂയിഡാണ്. ഫ്ലൂയിഡ് കണക്റ്റീവ്, ദ്രാവക രൂപത്തിലുള്ള കണക്റ്റീവ് ടിഷ്യൂ ആണ്. കണക്ട് ചെയ്യുന്നതാണ്, പക്ഷേ ഫ്ലൂയിഡ് രൂപത്തിലുള്ളതാണ്. അതാണ് ഫ്ലൂയിഡ് കണക്റ്റീവ് ടിഷ്യൂ എന്ന് പറയുന്നത്. സോ ബ്ലഡ് ഈസ് എ സ്പെഷ്യൽ കണക്റ്റീവ് ടിഷ്യൂ കൺസിസ്റ്റിംഗ് ഓഫ് രണ്ട് ഘടകങ്ങളാണുള്ളത്. ഒന്ന് അതിന്റെ ഫ്ലൂയിഡ് മാട്രിക്സിനെ നമ്മൾ പ്ലാസ്മ എന്ന് പറയുന്നത്. അത് 55% വരും. ബ്ലഡിന്റെ ആകെ 55% പ്ലാസ്മയാണ്. അതാണ് ഫ്ലൂയിഡ് മാട്രിക്സ്. പിന്നെ ഫോംഡ് എലമെന്റ്സ്, അതിൽ രൂപം കൊള്ളുന്ന വസ്തുക്കൾ, അതായത് ബ്ലഡിലേക്ക് രൂപം കൊണ്ടുവരുന്ന എലമെന്റ്സ്, അതിനെയാണ് ഫോംഡ് എലമെന്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ രണ്ട് ഘടകങ്ങളാണ്. ഫോംഡ് എലമെന്റ്സ് ആണ് ബാക്കി 45%. അപ്പൊ ബ്ലഡിലെ രണ്ട് ഘടകങ്ങളാണ് പ്ലാസ്മയും ഫോംഡ് എലമെന്റ്സും. അതിൽ പ്ലാസ്മ 55%, ഫോംഡ് എലമെന്റ്സ് 45% വരും. ഇനി അത് ഓരോന്നും എന്താണെന്ന് നോക്കാം. ആദ്യം നമ്മൾ പ്ലാസ്മയെ കുറിച്ചാണ് പഠിക്കുന്നത്. ബ്ലഡ് പ്ലാസ്മ. അപ്പൊ പ്ലാസ്മ ബ്ലഡിന്റെ 55% വരും നോക്കുക. ഫോംഡ് എലമെന്റ്സ് 45% ആണ്. അതിൽ ആദ്യം നമ്മൾ പ്ലാസ്മയെ കുറിച്ചാണ് പഠിക്കുന്നത്. 55% വരുന്ന ഫ്ലൂയിഡ് പാർട്ടായ പ്ലാസ്മയെ കുറിച്ച്. എന്തൊക്കെയാണ് പ്ലാസ്മ? ഈ പ്ലാസ്മ അടങ്ങിയിരിക്കുന്നു. ആദ്യം 90 to 92% ഓഫ് പ്ലാസ്മ ഇസ് വാട്ടർ. പ്ലാസ്മയുടെ 90 to 92%, അതായത് 90 മുതൽ 92% വരെ പ്ലാസ്മ വാട്ടർ തന്നെയാണ്, ജലമാണ് പ്ലാസ്മയുടെ പ്രധാന ഘടകം. സോ 90 to 92% ഓഫ് പ്ലാസ്മ ഈസ് വാട്ടർ. അതാണ് ഒന്നാമതൊരു പോയിന്റ് നമ്മൾ ഓർത്തിരിക്കുന്നത്. ഇനി പ്രോട്ടീൻസ് ഫോം 6 to 8% ഓഫ് പ്ലാസ്മ. പ്രോട്ടീൻസ് രണ്ടാമത്തെ ഘടകങ്ങളാണ്. രണ്ടാമത്തെ മേജർ ഘടകം എന്ന് പറയുന്നത് പ്രോട്ടീൻസ് ആണ്. അത് 6 to 8% വരും. അപ്പോൾ നമ്മുടെ പ്ലാസ്മയുടെ 90 മുതൽ 92% വരെ വാട്ടറും 6 to 8% പ്രോട്ടീൻസുമാണ്. ഇത് നിങ്ങൾ പ്രധാനമായിട്ട് ഓർത്തിരുന്ന ഓരോ ഘടകങ്ങളും എത്ര പ്രസവമാണുള്ളത്. അപ്പൊ പ്ലാസ്മയുടെ മേജർ ഘടകം എന്ന് പറയുന്നത് വാട്ടറാണ്. അത് എബോവ് 90% ആണ്. എന്നാൽ 6 to 8% അത്രയാണ് പ്ലാസ്മയിലെ പ്രോട്ടീനുകൾ, അല്ലെങ്കിൽ പ്ലാസ്മ പ്രോട്ടീനുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഏതാണ്ട് 8% വരെ, 6 മുതൽ 8% വരെ പ്ലാസ്മ പ്രോട്ടീനുകളും ബ്ലഡിൽ അടങ്ങിയിരിക്കുന്നു. ഇനി ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട പ്ലാസ്മ പ്രോട്ടീനുകൾ? ഇതൊക്കെ നിങ്ങൾ ചിലപ്പം 10ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. പ്ലാസ്മ പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ പ്രധാനമായും നമുക്ക് 3 പ്ലാസ്മ പ്രോട്ടീനുകളാണ് നമ്മുടെ ശരീരത്തിൽ കാണുന്നത്. ഫൈബ്രിനോജൻ, ആൽബുമിൻ, ഗ്ലോബിൻ. ഇവ മൂന്നുമാണ് മേജർ പ്ലാസ്മ പ്രോട്ടീൻസ്. നമുക്ക് പരീക്ഷയ്ക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു ക്വസ്റ്റ്യൻ ആണത്. ആ 3 പ്ലാസ്മ പ്രോട്ടീനുകളുടെ പേരും നിങ്ങൾ മാർക്ക് ചെയ്യണം. ഏതൊക്കെയാണ്? ഫൈബ്രിനോജൻ, ഗ്ലോബുലിൻ ആൻഡ് ആൽബുമിൻ. ഇവയാണ് പ്ലാസ്മ പ്രോട്ടീനുകൾ. നെയിം ദ പ്ലാസ്മ പ്രോട്ടീൻസ് ആൻഡ് റൈറ്റ് ദെയർ ഫങ്ഷൻസ് എന്നൊക്കെ പറയും. ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണത്. അപ്പോൾ നമ്മുടെ പ്ലാസ്മ പ്രോട്ടീനുകളാണ് ഫൈബ്രിനോജൻ, ആൽബുമിൻ, ഗ്ലോബുലിൻ. 3 ഉണ്ട്. അല്ലെങ്കിൽ ഫൈബ്രിനോജൻ, ഗ്ലോബുലിൻ, ആൽബുമിൻ എന്നിങ്ങനെ പ്രധാനമായും 3 പ്ലാസ്മ പ്രോട്ടീനുകളാണ് മനുഷ്യരിൽ കാണപ്പെടുന്നത്. ഫൈബ്രിനോജൻ, ഗ്ലോബുലിൻസ് ആൻഡ് ആൽബുമിൻസ്.
ഇനി ഓരോന്നും എന്തിനു വേണ്ടിയാണ് ഉപയോഗപ്പെടുന്നത്, എന്താണ് അവയുടെ ഫംഗ്ഷൻ, അത് നമുക്ക് ഇമ്പോർട്ടന്റ് തന്നെയാണ്. എന്താണ് ഓരോന്നിന്റെ, നിങ്ങൾ പഠിച്ചിട്ടുള്ളതായിരിക്കും സ്കൂളിൽ. ഒന്നാമതായിട്ട് ഫൈബ്രിനോജനാണ്. ഫൈബ്രിനോജൻസ് ആർ നീഡഡ് ഫോർ ബ്ലഡ് ക്ലോട്ടിംഗ്, ഓർ കൊയാഗുലേഷൻ ഓഫ് ബ്ലഡ് ക്ലോട്ടിങ്ങിന്റെ മറ്റൊരു പേരാണ് കൊയാഗുലേഷൻ. രക്തം കട്ട പിടിക്കുന്ന പ്രോസസ്സിനെയാണ് കൊയാഗുലേഷൻ അല്ലെങ്കിൽ ക്ലോട്ടിംഗ് എന്ന് പറയുന്നത്. ആ ക്ലോട്ടിങ്ങിന് ഫൈബ്രിനോജൻ അത്യാവശ്യമാണ്. അപ്പോൾ പ്ലാസ്മ പ്രോട്ടീന്റെ ഫംഗ്ഷൻ ആണ് ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ബ്ലഡ് ക്ലോട്ടിംഗ് ഓർ ബ്ലഡ് കൊയാഗുലേഷൻ. രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന വസ്തുവാണ് ഫൈബ്രിനോജൻസ്. അപ്പോൾ ഒന്നാമത്തെ പ്രോട്ടീന്റെ പേരാണ് ഫൈബ്രിനോജൻ. ഇറ്റ് ഈസ് നീഡഡ് ഫോർ ബ്ലഡ് ക്ലോട്ടിംഗ്. ആൻഡ് ദ സെക്കൻഡ് വൺ ആർ കോൾഡ് ഗ്ലോബുലിൻസ് വിച്ച് ആർ ഇൻവോൾവ് ഇൻ ഡിഫൻസ് മെക്കാനിസം ഓഫ് ദ ബോഡി. നമ്മുടെ ശരീരത്തിന്റെ പ്രതിരോധ സംവിധാനത്തിൽ ഉപയോഗിക്കുന്ന പ്രോട്ടീനാണ് ഗ്ലോബുലിൻസ്. നമ്മളതിന്റെ പേര് തന്നെ ഇമ്മ്യൂണോ ഗ്ലോബുലിൻസ് എന്നാണ്. ഇമ്മ്യൂണോ ഗ്ലോബുലിൻസ് എന്ന് പറയുന്നത് ഇമ്മ്യൂണിറ്റിയാണ് അതിന്റെ ഫംഗ്ഷൻ. സോ ഗ്ലോബുലിൻസ് ആർ നീഡഡ് ഫോർ ഡിഫൻസ് ഓഫ് ദ ബോഡി. നമ്മുടെ ശരീരത്തിന്റെ ഡിഫൻസ് മെക്കാനിസം, പ്രതിരോധ സംവിധാനം, ഡിഫൻസ് മെക്കാനിസമാണ്, പ്രതിരോധ മെക്കാനിസമാണ് ഈ ഗ്ലോബുലിൻസിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തേതാണ് ആൽബുമിൻസ് ദാറ്റ് ഹെൽപ്സ് ഇൻ ഓസ്മോട്ടിക് ബാലൻസ്. നമ്മുടെ ശരീരത്തിന്റെ ഓസ്മോട്ടിക് ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ആൽബുമിൻസ് ആണ്. അപ്പൊ ഇങ്ങനെ നമ്മുടെ ശരീരത്തിൽ 3 പ്ലാസ്മ പ്രോട്ടീൻ ഉണ്ട്. ആൽബുമിൻ ഉണ്ട്, ഗ്ലോബുലിൻ ഉണ്ട്, ഫൈബ്രിനോജൻ ഉണ്ട്. ഓരോന്നിനും ഓരോ ഫംഗ്ഷനാണ്. അതിൽ ഫൈബ്രിനോജൻ ബ്ലഡ് ക്ലോട്ടിങ്ങിനാണ് സഹായിക്കുന്നത്. ആൽബുമിൻ ഓസ്മോട്ടിക് ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്നു. അതേസമയം ഗ്ലോബുലിൻസ് എന്ന് പറയുന്ന പ്ലാസ്മ പ്രോട്ടീൻ സഹായിക്കുന്നത് ഇമ്മ്യൂണിറ്റിക്കാണ്, അല്ലെങ്കിൽ ബോഡി ഡിഫൻസിനാണ്. ഇത് നിങ്ങൾ പ്രധാനമായിട്ട് നോട്ട് ചെയ്ത് അതിന്റെ 3ന്റെയും ഫംഗ്ഷൻ പഠിക്കുക. ദർ ആർ 3 ടൈപ്സ് ഓഫ് പ്ലാസ്മ പ്രോട്ടീൻസ്. ഏതൊക്കെയാണ്? ഫൈബ്രിനോജൻ, globulins and albumin. Fibrinogens are needed for blood clotting or coagulation, and globulins are needed for defense mechanism of body, and the third one, albumins, helps in osmotic balance. ഇത് മൂന്നുമാണ് നമ്മൾ ഓർത്തിരിക്കേണ്ടത്. അപ്പോൾ പ്ലാസ്മ പ്രോട്ടീനുകളുടെ പേര് മനസ്സിലായല്ലോ. ഏതൊക്കെയാണ് പ്ലാസ്മ പ്രോട്ടീൻ? ഫൈബ്രിനോജൻ, ഗ്ലോബുലിൻ, ആൽബുമിൻ. ഓരോന്നിന്റെയും ഫംഗ്ഷൻ ഞാൻ ഒന്നുകൂടെ പറയാം. ഫൈബ്രിനോജൻ എന്ന് പറയുന്നത് ബ്ലഡ് ക്ലോട്ടിംഗ്, ഗ്ലോബുലിൻ എന്ന് പറയുന്നത് ഡിഫൻസ് മെക്കാനിസം, ആൽബുമിൻ എന്ന് പറയുന്നത് ഓസ്മോട്ടിക് ബാലൻസ്. മനസ്സിലായല്ലോ. അപ്പൊ ഈ 3 പ്ലാസ്മ പ്രോട്ടീനുകളും അവയുടെ ഫംഗ്ഷനും ആരാണ് പറയുന്നത്? നമ്മുടെ ശരീരത്തിലെ പ്രധാനപ്പെട്ട പ്ലാസ്മ പ്രോട്ടീനുകൾ ഏതൊക്കെയാണ്, അവയുടെ ഫംഗ്ഷൻ ആണ് എന്ന് ആർക്ക് പറയാം? പറയൂരാ. What are the major plasma proteins and write their functions എന്ന് ചോദിച്ചാൽ എന്താ പറയുക? പറയൂ. ഒരാൾ പറയും, ഒരാൾ പറഞ്ഞിട്ട്. ഓക്കെ, വെരി ഗുഡ്. എല്ലാം ദെൻ ആൻസിയ പറയൂ. ആൻസിയ അല്ലേ പറയാൻ വന്നത്? പറയാം. Fibrinogen are needed for blood clotting. Then connection problem ഒന്നും അല്ലേ? Globulins help in defense mechanism of the body. Albumins help in osmotic balance. Okay, very good. ഇനി ആരാ പറയുന്നത്? പറയൂ. Fibrinogen help in coagulation of blood. Globulin help in defense mechanism of the body. Okay. And albumin help in osmotic balance. Okay, very good question. Next ആരാ? നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ക്വസ്റ്റ്യൻ ആണ്. പറയൂ തുളസി. Fibrinogen used for പറയൂ. Fibrinogen helps for clotting of blood. Okay. Globulin helps in defend the blood against diseases. Okay. Albumin used for maintains osmotic balance. Okay, very good. ഇനി പറയൂ. ഞാൻ പേര് പറയാമെന്ന് നിങ്ങൾക്ക് പറയാം. അടുത്തയാൾ പറയൂ. ഏഞ്ചൽ. ഏഞ്ചലില്ലേ? പറയൂ ഏഞ്ചൽ. പറയൂ ഏതൊക്കെയാണ്? Helping coagulation of blood. Okay. Globulin defense mechanism of the body, and albumin help in osmotic balance. Okay, very good, very good. ഇനി ആരാ പറയുന്നത്? ട്രീസ. ട്രീസില്ലേ? പറയൂ ട്രീസ. Fibrinogen are needed for clotting or coagulation of blood. Globulin are involved in defense
mechanism of the body. Albumin helps in osmotic balance. Okay, very good, very good. ഇനി ആരാ പറയുന്നത്? ജ്യോതിർമയി. ജ്യോതിർമയില്ലേ? ജ്യോതിർമയി ഇല്ല. ആൽവിയ പറയൂ. ആൽവിയ ഏതൊക്കെയാണ് ക്ലാസ്? Coagulation of blood. Okay. Globally, defense mechanism of the body. Albumin help in osmotic balance. Okay, very good. നീ നവ്യ ഉണ്ടോ? നവ്യ ഇല്ല. ഏതാ? ദേവിക. പറയൂ ദേവിക. Fibrinogen, coagulation of the blood, globulin, defense mechanism, albumin helps in osmotic balance. Okay, very good. ആര്യ ഇല്ലേ? ആര്യ പറയാ. Fibrinogen, coagulation of blood. Okay. Globulin, defense mechanism of body. Albumin helping osmotic balance. Okay, very good. അപ്പൊ ഇത് മൂന്ന് നിങ്ങൾ മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. അതായത് നമുക്ക് 3 പ്ലാസ്മ പ്രോട്ടീൻ ഉള്ളത്: ഫൈബ്രിനോജൻ, ഗ്ലോബുലിൻ, ആൽബുമിൻ. ഓരോന്നിനും ഓരോ ഫംഗ്ഷനാണ്. ഫൈബ്രിനോജൻ ബ്ലഡ് ക്ലോട്ടിങ്ങിനെ സഹായിക്കുന്നു. അതേസമയം ഗ്ലോബുലിൻ നമ്മുടെ ഡിഫൻസ് മെക്കാനിസത്തിനാണ് സഹായിക്കുന്നത്, ശരീരത്തിനെ പ്രൊട്ടക്ട് ചെയ്യാൻ ചെയ്യുന്നത്. നേരെ മറിച്ച് നമ്മൾ ആൽബുമിൻ എന്ന് പറയുന്നത് ഓസ്മോട്ടിക് ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്നു. അതാണ് നമ്മൾ 3. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 3 മാർക്ക് ചെയ്ത് വെക്കുക, പഠിച്ചോളാം. ഇനി പ്ലാസ്മ ഓൾസോ കണ്ടെയ്ൻസ് സ്മോൾ എമൗണ്ട്സ് ഓഫ് മിനറൽസ്. ഈ പറഞ്ഞ വാട്ടറും പ്ലാസ്മ പ്രോട്ടീനുകളും കൂടാതെ പ്ലാസ്മയിൽ ചെറിയ എമൗണ്ട് മിനറൽസ് ഉണ്ട്. ഏതൊക്കെ മിനറൽസ് ആണ്? സോഡിയം അയോണുകളുണ്ട്, കാൽസ്യം അയോണുകളുണ്ട്, മഗ്നീഷ്യം അയോണുകളുണ്ട്, ബൈകാർബണേറ്റ് അയോണുകൾ. HCO3 ബൈകാർബണേറ്റ് ആണ്. ബൈകാർബണേറ്റ് അയോണുകളുണ്ട്, ക്ലോറൈഡ് അയോണുകളുണ്ട്. ഇതൊക്കെ നമ്മൾ സാധാരണതയിൽ സ്മോൾ എമൗണ്ട്സേ ഉള്ളൂ മിനറൽസ്. അപ്പൊ നമ്മളിപ്പോൾ നോക്കി 90% വാട്ടർ, 68% പ്ലാസ്മ പ്രോട്ടീൻ, പിന്നെ ആകെ പോയാൽ എത്ര 1% പറ്റേ ഉണ്ടാവുള്ളൂ. ആ 1% ഇതെല്ലാം കൂടിയാണ് മിനറൽസ് ഒക്കെ ചേരുന്നതാണ്. പലതരം മിനറൽസ്, സോഡിയം ഉണ്ടാവും, കാൽസ്യം ഉണ്ടാവും, മഗ്നീഷ്യം ഉണ്ടാവും, ബൈകാർബണേറ്റ് ഉണ്ടാവും, ക്ലോറൈഡ് അയോൺ ഉണ്ടാവും. ഇവയൊക്കെ ചേരുന്നതാണ് പ്ലാസ്മയിലെ മിനറൽസ് എന്ന് പറയുന്നത്. ഇനി വളരെ പ്രധാനപ്പെട്ട മറ്റൊരു പോയിന്റ് ആണ് കൊടുക്കുന്നത്. പ്ലാസ്മ വിത്തൗട്ട് ദ ക്ലോട്ടിംഗ് ഫാക്ടർ ഈസ് കോൾഡ് സെറം. സെറം എന്ന വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. നമ്മളിപ്പോൾ ടെസ്റ്റിനൊക്കെ എടുക്കുന്ന സെറമാണ് അല്ലേ? പല ടെസ്റ്റുകൾക്ക് സെറം എടുക്കുന്നത്, നമ്മൾ ഇതിന്റെ സെറം എടുക്കുന്നു പറയും. എന്താണ് ഈ സെറം എന്ന് പറയുന്നത്? പ്ലാസ്മ വിത്തൗട്ട് ക്ലോട്ടിംഗ് ഫാക്ടർ, അതായത് രക്തം കട്ടപിടിക്കുന്നതിന് സഹായിക്കുന്ന വസ്തുക്കൾ ഇല്ലാത്ത പ്ലാസ്മയെയാണ് നമ്മൾ സെറം എന്ന് പറയുന്നത്. മനസ്സിലായില്ല? അപ്പൊ സെറം എന്ന വാക്ക് ഓർത്തിക്ക് 1 മാർക്കിന് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. പ്ലാസ്മ വിത്തൗട്ട് ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് ഈസ് കോൾഡ് ഡാഷ് എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ ഡാഷ് വിത്തൗട്ട് ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് ഈസ് കോൾഡ് സെറം എന്നൊക്കെ രണ്ട് രീതിയിൽ പ്ലാസ്മയും ചോദിക്കാം, സെറം ചോദിക്കാം. അപ്പൊ ക്ലോട്ടിംഗ് ഫാക്ടർ ഇല്ലാത്ത പ്ലാസ്മയാണ് സെറം എന്ന് പറയുന്നത്. അതും അണ്ടർലൈൻ ചെയ്ത് വെക്കുക. സെറം എന്ന് പറയുന്നത് എന്താണ്? സെറം. പ്ലാസ്മ വിത്തൗട്ട് ക്ലോട്ടിംഗ് ഫാക്ടർ ഈസ് കോൾഡ് സെറം. അതൊരു 1 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ഓർത്തിരിക്കുക. എൻട്രൻസ് ഒക്കെ പ്രിപ്പയർ ചെയ്യുമ്പോഴൊക്കെ അത് ഓർത്തിരിക്കണം. തിയറിക്ക് മാത്രമല്ല, ഒരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ് സെറം എന്ന് പറയുന്നത്. അപ്പൊ അത് പ്ലാസ്മ വിത്തൗട്ട് ക്ലോട്ടിംഗ് ഫാക്ടർ ആണ്. ക്ലോട്ടിംഗ് ഫാക്ടർ ഇല്ലാത്ത പ്ലാസ്മയാണ് നമ്മൾ സെറം എന്ന് പറയുന്നത്. അപ്പൊ അത് മനസ്സിലായല്ലോ. ഇനി നമുക്ക് ഫോമഡ് എലമെന്റ്സ്. അപ്പൊ നമ്മൾ പറഞ്ഞു ബ്ലഡിന്റെ 55% പ്ലാസ്മയും 45% ഫോമഡ് എലമെന്റ്സ് ആണ്. ആ 55% ഉള്ള പ്ലാസ്മയിൽ എന്തൊക്കെയാണ് വരുന്നതെന്ന് പറഞ്ഞു. വാട്ടർ ഉണ്ട്, പ്ലാസ്മ പ്രോട്ടീൻ ഉണ്ട്, മിനറൽസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. ഇനി നമ്മൾ ഫോമഡ് എലമെന്റ്സിലേക്ക് വരികയാണ്. ഏതൊക്കെയാണ് ഫോമഡ് എലമെന്റ്സ് നോക്കാം. ഈ ഫോമഡ് എലമെന്റ്സ് എന്ന് പറയുന്നത് പ്രധാനമായും നമ്മുടെ ശരീരത്തിൽ കാണുന്ന ഫോമഡ് എലമെന്റ്സ് എന്ന് പറയുന്നത് 3 തരത്തിലുള്ള ഫോമഡ് എലമെന്റ്സ് ആണ് നമുക്ക് ഉള്ളത്. ഫോമഡ് എലമെന്റ്സ് നിങ്ങൾ കേട്ടിട്ടുള്ളതാണ്. നമ്മുടെ ശരീരത്തിൽ കാണപ്പെടുന്ന ഫോമഡ് എലമെന്റ്സ് എന്ന് പറയുന്നത് ഒന്ന് എർത്രോസൈറ്റ്സ്. എർത്രോസൈറ്റ്സ് എന്ന് പറയുന്നത് നമ്മൾ റെഡ് ബ്ലഡ് സെൽസിനെയാണ് എർത്രോസൈറ്റ്സ് അല്ലെങ്കിൽ അരുണരക്താണുക്കൾ എന്ന് മലയാളത്തിൽ. എർത്രോസൈറ്റ്, റെഡ് ബ്ലഡ് സെൽസ്, RBC എന്നൊക്കെ നമ്മൾ പറയുന്നത് എർത്രോസൈറ്റ്സ്. രണ്ടാമത്തെ ലൂക്കോസൈറ്റ്സ്, WBC, വൈറ്റ് ബ്ലഡ് സെൽസ് അല്ലെങ്കിൽ മലയാളത്തിൽ ശ്വേതരക്താണുക്കൾ എന്ന് പറയും. അപ്പോൾ എർത്രോസൈറ്റ്സ് ഉണ്ട്,
ലൂക്കോസൈറ്റ്സ് ഉണ്ട്, ആൻഡ് മൂന്നാമത്തെയാണ് പ്ലേറ്റ്ലെറ്റ്സ് അല്ലെങ്കിൽ ത്രോംബോസൈറ്റ്സ് എന്നറിയപ്പെടുന്ന സെല്ലുകൾ. അപ്പൊ 3 തരം സെല്ലുകളാണ്. എറിത്രോസൈറ്റ്സ്, ലൂക്കോസൈറ്റ്സ് ആൻഡ് പ്ലേറ്റ്ലെറ്റ്സ് ആർ കളക്റ്റീവ്ലി കോൾഡ് ഫോംഡ് എലമെന്റ്സ്. ഇതിനെ 3നെയും കൂടിയാണ് നമ്മൾ ഫോംഡ് എലമെന്റ്സ്. കാരണം ഇതിനെ ഫോംഡ് എലമെന്റ്സ് വിളിക്കുന്നത് എന്തുകൊണ്ടായിരിക്കും? ദേ ആർ ഫോംഡ് ഇൻ ദ ബ്ലഡ്. അതായത് നേരത്തെ പറഞ്ഞ പ്ലാസ്മയാണ് ബ്ലഡിന്റെ ഘടകം എന്ന് പറയുന്നത്. അതതിന്റെ ഫ്ലൂയിഡ് മാട്രിക്സ് ആണ്. അതിലേക്കാണ് ഈ ഫോംഡ് എലമെന്റ്സ്, നമ്മൾ പല സ്ഥലങ്ങളിൽ ഫോം ചെയ്യുന്ന സെൽസ് ഇതിനകത്തേക്ക് വരികയാണ് ചെയ്യുന്നത്, ബ്ലഡിലേക്ക് വരികയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അവയെ ഫോംഡ് എലമെന്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ പ്രധാനമായും 3 ഫോംഡ് എലമെന്റ്സ് ഉണ്ട്: എറിത്രോസൈറ്റ്സ്, ലൂക്കോസൈറ്റ്സ് ആൻഡ് പ്ലേറ്റ്ലെറ്റ്സ്. നമ്മുടെ ഫോംഡ് എലമെന്റ്സ് ആണ് എറിത്രോസൈറ്റ്സ്, ലൂക്കോസൈറ്റ്സ് ആൻഡ് പ്ലേറ്റ്ലെറ്റ്സ്. അതേപോലെ എറിത്രോസൈറ്റ്സ്, ലൂക്കോസൈറ്റ്സ് ആൻഡ് പ്ലേറ്റ്ലെറ്റ്സ് ആർ ഫോംഡ് എലമെന്റ്സ്. എറിത്രോസൈറ്റ്സ്, ലൂക്കോസൈറ്റ്സ് ആൻഡ് പ്ലേറ്റ്ലെറ്റ്സ്, ഇത് 3മാണ് നമ്മുടെ ഫോംഡ് എലമെന്റ്സ്. മനസ്സിലായ പേരുകൾ ഓർത്തിരിക്കുക: എറിത്രോസൈറ്റ്സ്, ലൂക്കോസൈറ്റ്സ് ആൻഡ് പ്ലേറ്റ്ലെറ്റ്സ്. ഇനി നമ്മൾ അതിൽ ഓരോന്നിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. ആദ്യം എറിത്രോസൈറ്റ്സ് ഓർ റെഡ് ബ്ലഡ് സെൽസ് ഓർ RBC. ഈ എറിത്രോസൈറ്റ് എന്നുള്ള പേര് പഠിക്കണം, അല്ല നമ്മൾ RBC ആണെങ്കിലും നമ്മൾ മറ്റേ പേര് കൂടി പഠിച്ചു വെക്കുക. എറിത്രോസൈറ്റ്സ് ഓർ റെഡ് ബ്ലഡ് സെൽസ് ഓർ RBC 3 തന്നെയാണല്ലോ. അതിന് എന്തൊക്കെയാണ് പ്രത്യേകത നോക്കാം. മോസ്റ്റ് അബണ്ടന്റ് ബ്ലഡ് സെൽസ്, നമ്മുടെ രക്തത്തിലെ ഏറ്റവും കൂടുതൽ കാണുന്ന രക്തകോശങ്ങളാണ് എറിത്രോസൈറ്റ്സ് അല്ലെങ്കിൽ RBC. മോസ്റ്റ് അബണ്ടന്റ് ബ്ലഡ് സെൽസ്. അവർക്ക് ചോദിക്കാം, വിച്ച് ഇസ് ദ മോസ്റ്റ് അബണ്ടന്റ് ബ്ലഡ് സെൽസ്? ഏതാണ് അപ്പോൾ മോസ്റ്റ് അബണ്ടന്റ് ബ്ലഡ് സെൽസ്? എറിത്രോസൈറ്റ്സ് അല്ലെങ്കിൽ RBC ആണ്. റെഡ് ബ്ലഡ് സെൽസ് ആണ് ഏറ്റവും കൂടുതൽ കാണുന്ന ബ്ലഡ് സെൽസ്. എത്രയാണ്? 5 millions to 5.5 millions of RBC in cubic millimeter of blood. ഓരോ ക്യൂബിക് മില്ലിമീറ്റർ ബ്ലഡിലും 5 to 5.5 million ഈ RBCകൾ കാണപ്പെടും. രക്തത്തിലെ RBCയുടെ അളവ് 5 million ആണ്. 5 million to 5.5 million. അത് ഓർത്തിരിക്കുക. എണ്ണം 5 to 5.5 million of RBCs are present in every cubic millimeter blood. ഓരോ ക്യൂബിക് മില്ലിമീറ്റർ ബ്ലഡിലും നമ്മൾ ശരിക്കും ഒരു ഡ്രോപ്പ് ബ്ലഡ് എടുത്താൽ അത്രയും ബ്ലഡിൽ 5 to 5.5 million RBC ആണ് കാണുക. ഹീമോസൈറ്റോമീറ്റർ എന്ന് പറയുന്ന ഒരു ഉപകരണം ഉപയോഗിച്ച് ബ്ലഡ് ലാബുകളിലൊക്കെ നമ്മൾ ബ്ലഡ് സെൽസ് കൗണ്ട് ചെയ്യുമ്പോൾ RBCയുടെ എണ്ണവും കൗണ്ട് ചെയ്ത് നോക്കാറുണ്ട്. അപ്പോൾ അവിടെ അതിന്റെ കൗണ്ടിങ് റേറ്റ് ആണ് പറഞ്ഞത് 5 to 5.5 million പെർ ക്യൂബിക് മില്ലിമീറ്റർ ബ്ലഡ്. അപ്പോൾ ഏറ്റവും കൂടുതൽ കാണുന്ന ബ്ലഡ് സെൽസ് ആണ് RBC. അവരുടെ എണ്ണം 5 to 5.5 million ആണ്. ഇനി RBCs are formed in the red bone marrow in the adults. പ്രായപൂർത്തിയായവരിൽ RBC ഫോം ചെയ്യുന്നത് റെഡ് ബോൺ മാരോയിലാണ്. ബോൺ മാരോ എന്ന് പറഞ്ഞാൽ അറിയാലോ, അസ്ഥിമജ്ജ, നമ്മുടെ അസ്ഥിക്ക് സെന്ററിലൂടെ പോകുന്ന ബോൺ മാരോ. ആ ബോൺ മാരോയിലാണ് RBC ഫോം ചെയ്യുന്നത്. സോ RBCs are formed in the red bone marrow in adults. അത് ഓർത്തിരിക്കുക, അത് ഇമ്പോർട്ടൻ്റ് ആണ്. എവിടെയാണ് RBC ഫോം ചെയ്യുന്നത്? റെഡ് ബോൺ മാരോയിലാണ് RBC ഫോം ചെയ്യുന്നത്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത, RBCs are devoid of nucleus in most of the mammals and are biconcave in shape. RBCs are devoid of nucleus. RBCയിൽ എന്തില്ല? ന്യൂക്ലിയസ് ഇല്ല. RBCs are devoid of nucleus. RBCയുടെ പ്രത്യേകതയാണ്. എന്താണ്? നമ്മുടെ ശരീരത്തിലെ എല്ലാ കോശങ്ങൾക്കും ന്യൂക്ലിയസ് ഉണ്ട്. പക്ഷേ ഹ്യൂമൻ RBC നോൺ ന്യൂക്ലിയേറ്റഡ് ആണ്, അല്ലെങ്കിൽ ന്യൂക്ലിയസ് ഇല്ലാത്ത സെല്ലുകളാണ്. അപ്പൊ നമുക്ക് ഈ പരീക്ഷയ്ക്ക് ഒരു 1 മാർക്ക് ചോദിക്കാം, നെയിം എ നോൺ ന്യൂക്ലിയേറ്റഡ് സെൽ, അല്ലെങ്കിൽ വിച്ച് ഓഫ് ദി ഹ്യൂമൻ സെൽ ഹാസ് നോ ന്യൂക്ലിയസ്. ഏത് ഹ്യൂമൻ സെല്ലിനാണ് ന്യൂക്ലിയസ് ഇല്ലാത്തത് എന്നൊക്കെ ചോദിച്ചാൽ ഓർക്കണം, RBCക്കാണ് ന്യൂക്ലിയസ് ഇല്ലാത്തത്. സോ RBCs are devoid of nucleus in most of the mammals. നമുക്ക് മാത്രമല്ല, മിക്കവാറും മാമൽസിലൊന്നും ന്യൂക്ലിയസ് ഇല്ലാത്ത RBC ആണുള്ളത്. അണ്ടർ ബൈകോൺകേവ് ഷേപ്പ്, അതിന്റെ ഷേപ്പാണ് പറഞ്ഞിരിക്കുന്നത്. ബട്ട് RBC ചിത്രം കൊടുത്തിട്ടുണ്ട് ടെക്സ്റ്റ് ബുക്കിൽ അല്ലെങ്കിൽ നോട്ടിൽ നോക്കുക, താഴെയായിട്ട് കൊടുത്തിട്ടുണ്ട് RBC ചിത്രം. RBCs are ബൈകോൺകേവ് ഷേപ്പ്. ബൈകോൺകേവ് ആണ്, 2 സൈഡും കോൺകേവ് ഷേപ്പിലുള്ള ഒരു കോൺകേവ് ഷേപ്പാണ്. ബൈകോൺകേവ് ഷേപ്പ്, 2 സൈഡും കോൺകേവ് ആണ്, അതുകൊണ്ട് ബൈകോൺകേവ് എന്ന് പറയുന്നത്. അതാണ് RBCയുടെ ഷേപ്പ്. ഇനി RBC ഹാസ് റെഡ് കളേർഡ്. RBC റെഡ് കളേർഡ് ആണ്. എന്താണ് കാരണം? അയൺ കണ്ടെയ്നിങ് പ്രോട്ടീൻ ഹീമോഗ്ലോബിൻ, ഹെൻസ് ദ കളർ ആൻഡ് നെയിം. ഇതിന് RBC എന്ന റെഡ് ബ്ലഡ് സെൽ എന്ന പേര് വരാനും അതിന് റെഡ് കളർ വരാനും കാരണം എന്താണ്? അതിനകത്തുള്ള ഈ പ്രോട്ടീനാണ്. ആ പ്രോട്ടീന്റെ പേരാണ് ഹീമോഗ്ലോബിൻ. നമ്മൾ പഠിച്ചു, റെഡ് കളറിംഗ് പിഗ്മെന്റ് ആണ് ഹീമോഗ്ലോബിൻ. ഹീമോഗ്ലോബിൻ എന്ന് പറയുന്ന ഒരു പ്രോട്ടീനാണ്. ഹീം എന്ന് പറയുന്ന പ്രോട്ടീൻ ഉള്ളതിനകത്ത് ഗ്ലോബിൻ എന്ന് പറയുന്ന പ്രോട്ടീൻ ഉള്ളതിനകത്ത് ഹീം എന്ന് പറയുന്ന ഘടകമുണ്ട്. അപ്പൊ ആ ഹീമോഗ്ലോബിൻ എന്ന് പറയുന്ന പ്രോട്ടീൻ ഉള്ളത് കൊണ്ടാണ് RBCക്ക് റെഡ് കളർ ഉള്ളതും അതുപോലെ അതിന് RBC അല്ലെങ്കിൽ റെഡ് ബ്ലഡ് സെൽ എന്ന് പറയാനുള്ള കാരണവും ഈ ഹീമോഗ്ലോബിന്റെ പ്രസൻസ് ആണ്. അപ്പം RBCയിൽ മാത്രമേ ഹീമോഗ്ലോബിൻ ഉള്ളൂ. 3 ഫോംഡ് എലമെന്റ്സ് നമ്മൾ പറഞ്ഞു, അതിൽ RBCയിൽ മാത്രമേ ഹീമോഗ്ലോബിൻ ഉള്ളൂ എന്ന് ഓർത്തിരിക്കാം. ഇനി എ ഹെൽത്തി ഇൻഡിവിജ്വൽ ഹാസ് 12 to 16 grams ഓഫ് ഹീമോഗ്ലോബിൻ എവരി 100 of blood. ഒരു ആരോഗ്യമുള്ള ആളിന് 12 മുതൽ 16 ഗ്രാം വരെ ഹീമോഗ്ലോബിൻ ബ്ലഡിൽ ഉണ്ടാവും. നോർമൽ ആരോഗ്യമുള്ള ഒരു വ്യക്തിക്ക്
12 മുതൽ 16 ഗ്രാം ഹീമോഗ്ലോബിൻ വേണം ഓരോ 100 ml ബ്ലഡിലും. അപ്പോൾ നമ്മുടെ ബ്ലഡ് പരിശോധിക്കുമ്പോൾ ഹീമോഗ്ലോബിൻ കുറവാണ് എന്നൊക്കെ പറയാറുണ്ട് അല്ലേ. ചിലപ്പോൾ അനീമിയ വിളർച്ചയൊക്കെ വരുമ്പോൾ ഹീമോഗ്ലോബിൻ്റെ അളവ് കുറവായിരിക്കും. പ്രത്യേകിച്ച് നിങ്ങൾ നമുക്കറിയാം കൗമാരത്തിൽ ഫുഡൊക്കെ ശരിക്കും കഴിക്കാതിരുന്നാൽ അനീമിയ രോഗം കൂടുതലായി കാണുന്നത് കുട്ടികളിലാണ്. പ്രത്യേകിച്ച് നിങ്ങളുടെ ഈ പ്രായത്തിൽ വളർച്ചാഘട്ടമാണ്, ശരീരത്തിന് ധാരാളം എനർജി ആവശ്യമുള്ള സമയമാണ്. ഈ സമയത്ത് നിങ്ങൾ ശരിയായ രീതിയിൽ ഫുഡൊക്കെ കഴിക്കാതിരുന്നാൽ അത് അനീമിയ പോലുള്ള രോഗങ്ങൾക്ക് കാരണമാകും. ഇപ്പം നമ്മുടെ സ്കൂളിൽ തന്നെ 2 വർഷം മുമ്പ് ആയുർവേദ ഡിപ്പാർട്ട്മെന്റ് ഒരു പരിശോധന നടത്തിയപ്പോൾ നിരവധി കുട്ടികളാണ് ഹീമോഗ്ലോബിൻ കുറഞ്ഞതായി കണ്ടെത്തിയത്. അതായത് ഈ 12 ഗ്രാം 100 ml എന്ന് പറഞ്ഞതിനേക്കാൾ കുറവ് വന്നാൽ അത് ഹീമോഗ്ലോബിന്റെ കണ്ടന്റ് കുറയുന്നു എന്നാണ്. നോർമലി ഒരാൾക്ക് ഇപ്പോൾ 12 മുതൽ 16 എന്ന് പറഞ്ഞാലും ഒരു 14 ആവറേജ്. അപ്പൊ അത്രയും ഹീമോഗ്ലോബിൻ വേണം നമ്മുടെ ബ്ലഡ് പരിശോധിക്കും. അപ്പൊ ഹീമോഗ്ലോബിൻ കുറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ പ്രശ്നം എന്ന് പറയുന്നത് പ്രധാനമായും നമ്മൾ വിളർച്ച ഉണ്ടാവും. ശരിക്കും ശരീരത്തിന് ഒട്ടും ആരോഗ്യം ഉണ്ടാവില്ല. നിങ്ങളുടെ പഠനത്തെ പോലും ബാധിക്കുന്ന ഒരു ഘടകമാണത്. അതായത് ഹീമോഗ്ലോബിൻ കുറഞ്ഞാൽ നമുക്ക് ഭയങ്കര ക്ഷീണമായിരിക്കും, എപ്പോഴും പഠിക്കാനൊന്നും പറ്റില്ല, അസ്വസ്ഥയായിരിക്കും. നമ്മൾ ചിലപ്പോൾ അറിയില്ല എന്തുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ക്ഷീണം തോന്നുന്നത്. ചിലപ്പം നിങ്ങൾ സ്കൂളിൽ വരുമ്പോഴോ അല്ലെങ്കിൽ വൈകുന്നേരം പോകുമ്പോഴോ ഭയങ്കര ക്ഷീണമായിരിക്കും. ചെല്ലുമ്പോഴേ കിടന്ന് ഉറങ്ങാൻ തോന്നും. ചിലപ്പോൾ പറയും എനിക്ക് പഠിക്കാനൊന്നും പറ്റുന്നില്ല, കിടക്കുമ്പോഴേ ചെല്ലുമ്പോഴേ എനിക്ക് ഉറക്കം വരുമോ. അതിന്റെ കാരണം ചിലപ്പോൾ ഈ ഹീമോഗ്ലോബിൻ കുറയുന്നതായിരിക്കും. അതുകൊണ്ട് അങ്ങനെ എന്തെങ്കിലും ലക്ഷണം കണ്ടാൽ നമ്മൾ ഹീമോഗ്ലോബിനൊക്കെ ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ നമുക്ക് അറിയാൻ വേണ്ടി പറ്റും അതുകൊണ്ടാണോ ഇങ്ങനെ ക്ഷീണം അനുഭവപ്പെടുന്നത്. ഒരു കാരണവുമില്ലാതെ ക്ഷീണം വരികയാണെങ്കിൽ അതിന്റെ കാരണം ചിലപ്പോൾ ഹീമോഗ്ലോബിന്റെ കണ്ടന്റ് കുറയുന്നതായിരിക്കും. നമുക്ക് എപ്പോഴും ഒരു 12 മുകളിൽ ഹീമോഗ്ലോബിൻ ഉണ്ടാവണം. അപ്പോൾ ഹീമോഗ്ലോബിൻ അയൺ അടങ്ങിയ ഫുഡ് കഴിക്കാം. അയൺ അടങ്ങിയ ഫുഡ് കഴിക്കാൻ വേണ്ടി നമ്മൾ വലിയ വിലപിടിപ്പുള്ള ഫുഡൊന്നും വാങ്ങണ്ട, നമ്മൾ കഴിക്കുന്ന ഫുഡൊക്കെ തന്നെയാണ്. ഇതൊക്കെ പണ്ടൊന്നും വലിയ പ്രശ്നമില്ല. ഞാൻ നിങ്ങളോട് മുമ്പ് ഒരിക്കൽ സൂചിപ്പിച്ച ഫുഡിന്റെ കാര്യം പറഞ്ഞായിരുന്നു. പണ്ടൊക്കെ നമ്മൾ പാത്രങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഈ ചീനച്ചട്ടികൾ, ഇരുമ്പ് പാത്രങ്ങളിലൊക്കെയാണ് പാചകമൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെയും നമുക്ക് കുറച്ച് അയൺ കണ്ടന്റൊക്കെ വരുമായിരുന്നു. ഇപ്പം നമുക്കറിയാലോ, ഇപ്പം നമ്മൾ ഈ ശരിക്കും അങ്ങനത്തെ പാത്രങ്ങളൊന്നും ഉപയോഗിക്കുന്നില്ല. ഒരിക്കലും സ്റ്റിക്കി അല്ലാത്ത പാത്രങ്ങളാണ് ഉപയോഗിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ പക്ഷേ അതിൻ്റെ ഒരു മറുവശമാണ് ഇത്തരത്തിലുള്ള ഡിഫിഷ്യൻസികളൊക്കെ ഉണ്ടാകുന്നത്. അപ്പം നമ്മൾ ചെയ്യേണ്ടത് അയൺ കണ്ടന്റ് കുറയാൻ നോക്കുക. അപ്പോൾ നമ്മൾ ആ അളവാണ് ഓർത്തിരിക്കുന്നത്. ഇവിടെ 12 to 16 grams ഓഫ് ഹീമോഗ്ലോബിനാണ് 100 ml ബ്ലഡിൽ പ്രസന്റ് ആയിരിക്കുന്നത്. അത് ഓർത്തിരിക്കാം. ഇനി ദീസ് മോളിക്യൂൾ ട്രാൻസ്പോർട്ട് റെസ്പിറേറ്ററി. ഇനി ഈ RBCയുടെ പ്രധാന ഫംഗ്ഷൻ എന്താണ്? ദേ ട്രാൻസ്പോർട്ട് റെസ്പിറേറ്ററി ഗ്യാസസ്. ഹീമോഗ്ലോബിന്റെ സഹായത്തോടെ അവർ എന്ത് ചെയ്യുന്നു? റെസ്പിറേറ്ററി ഗ്യാസിനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നു. അത് ഇന്നലെ നമ്മൾ പഠിച്ചാണ്. എന്താണ്? കാർബൺ ഡൈ ഓക്സൈഡിനെയും ഓക്സിജനെയും ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് ഹീമോഗ്ലോബിനാണെന്ന് പഠിച്ചു അല്ലേ. അപ്പോൾ RBCയിലാണ് ഹീമോഗ്ലോബിൻ ഉള്ളത്. ആ ഹീമോഗ്ലോബിന്റെ സഹായത്തോടെയാണ് ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡും ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടുന്നത്. അത് നമ്മൾ പഠിച്ചത് എങ്ങനെയാണ്? ഹീമോഗ്ലോബിനും ഓക്സിജനും ആണ് എന്താ ചെയ്യുന്നത്? ഹീമോഗ്ലോബിനും ഓക്സിജനും ചേർന്ന് ഓക്സി ഹീമോഗ്ലോബിനെ ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടുന്നു. കാർബൺ ഡൈ ഓക്സൈഡ് ആണെങ്കിൽ എന്താണ്? കാർബൺ ഡൈ ഓക്സൈഡും ഹീമോഗ്ലോബിനും കൂടി ചേർന്ന് കാർബാമിനും ഹീമോഗ്ലോബിനാണ്. ഇവ രണ്ടും ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടുന്നു. അതായത് നമ്മുടെ ആൽവിയോളസിൽ നിന്ന് ഹീമോഗ്ലോബിനും ഓക്സിജനും കൂടി ചേർന്ന് ഓക്സി ഹീമോഗ്ലോബിൻ ബ്ലഡ് വരുമ്പോൾ ഓക്സി ഹീമോഗ്ലോബിൻ ഫോം ചെയ്താൽ അവിടെ നിന്ന് ആൽവിയോളസിന്റെ ഭാഗത്ത് നിന്ന് ടിഷ്യൂസിലേക്ക് ഓക്സിജനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് ഹീമോഗ്ലോബിൻ, ഓക്സി ഹീമോഗ്ലോബിൻ. തിരിച്ച് ടിഷ്യൂസിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകുന്നു, കാർബാമിനോ ഹീമോഗ്ലോബിൻ ഉണ്ടാകുന്നു. ആ കാർബാമിനോ ഹീമോഗ്ലോബിനെ ആൽവിയോളസിലേക്ക് തിരിച്ചെത്തിക്കുന്നത്, കാർബൺ ഡൈ ഓക്സൈഡ് തിരിച്ചെത്തിക്കുന്നത് ഈ RBC തന്നെയാണ്. അപ്പോൾ രണ്ട് ഫംഗ്ഷൻ ഉണ്ട്. അങ്ങോട്ട് ഓക്സിജൻ വഹിച്ചുകൊണ്ട് ടിഷ്യൂസിലേക്ക് പോകുന്ന ഹീമോഗ്ലോബിൻ തിരിച്ചു വരുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡിനെ കൊണ്ടാണ് വരുന്നത്, ഓക്സിജനെ ടിഷ്യൂസിൽ കൊടുത്തിട്ട്. ഈ രീതിയിൽ ഒരു സർക്കുലേഷൻ നടത്തുന്നു ഹീമോഗ്ലോബിൻ. അതാണ് പറഞ്ഞത് ദേ ട്രാൻസ്പോർട്ട് റെസ്പിറേറ്ററി ഗ്യാസസ്. ഇനി മറ്റൊരു പ്രത്യേകതയാണ് RBC ആവറേജ് ലൈഫ് സ്പാൻ ഓഫ് 120 days. ഏതാണ്ട് നമ്മുടെ RBC 120 ദിവസം മാത്രമേ ജീവിച്ചിരിക്കുകയുള്ളൂ. ഒരു RBCയുടെ ആയുസ് എന്ന് പറയുന്നത് 120 days ആണ്. ഏതാണ്ട് 120 ദിവസം മാത്രമേ ഒരു RBC ജീവിച്ചിരിക്കുകയുള്ളൂ. ആൻഡ് ഡേയ്സ് ആഫ്റ്റർ വിച്ച് ദേ ആർ ഡിസ്ട്രോയ്ഡ് ദ സ്പ്ലീൻ. അത് കഴിയുമ്പോൾ അത് സ്പ്ലീനിൽ ഡിസ്ട്രോയ് ചെയ്ത് വരുന്നു. അതുകൊണ്ട് സ്പ്ലീനിനെ ഗ്രേവിയാർഡ് ഓഫ് RBC എന്നാണ് പറയുന്നത്. RBCയുടെ ഗ്രേവിയാർഡാണ് ശരിക്കും സ്പ്ലീൻ, അതിന്റെ ശ്മശാനം എന്ന് നമുക്ക് പറയാം. കാരണം എല്ലാ RBCകളും നശിക്കുന്നത് സ്പ്ലീനിൽ വെച്ചിട്ടാണ്. ഓരോ 120 ദിവസം കഴിയുമ്പോഴും RBC റീപ്ലേസ് ചെയ്യുന്നു. എത്ര RBC ആണ് നഷ്ടപ്പെടുന്നത് അത്രയും RBC അപ്പം തന്നെ റീപ്ലേസ് വരും. അത് 120 ദിവസം ആയുസ് ഉണ്ടെന്ന് വിചാരിച്ചിട്ട് നമുക്ക് RBC കുറഞ്ഞു പോകുന്നില്ല. എത്ര RBC ആണ് ഇന്ന് നഷ്ടപ്പെട്ടത് അത്രയും RBC വേറെ തന്നെ നിർമ്മിക്കപ്പെടും. അപ്പോൾ RBCയുടെ ഒരു പ്രത്യേകതയാണത്, ഓരോ 120 ദിവസവും മാത്രമേ RBCക്ക് ആയുസുള്ളൂ. 120 ദിവസം കഴിയുമ്പോൾ അത് സ്പ്ലീനിൽ വെച്ച് നശിക്കുന്നു. സ്പ്ലീൻ എന്ന് പറയുന്നതാണ് അതിന്റെ RBCയുടെ ഗ്രേവിയാർഡ് എന്നറിയപ്പെടുന്നത്. 1 മാർക്കിലേക്ക് ചോദിക്കാം, വിച്ച് ഇസ് ദ ഗ്രേവിയാർഡ് ഓഫ് RBC എന്നൊക്കെ ചോദിക്കാം. അതുപോലെ വാട്ട് ഇസ് ദ ലൈഫ് സ്പാൻ ഓഫ് RBC എന്നൊക്കെ ചോദിക്കാം. ഇത്രയാണ് നമ്മൾ RBCയുടെ പ്രത്യേകത. അപ്പം RBCയുടെ പ്രത്യേകത നമുക്ക് ഒന്നുകൂടെ നോക്കാൻ എന്തൊക്കെയാണെന്ന്. ഒന്ന്, RBCs are the most abundant cells, 5 to 5.5 million in cubic millimeter of blood. Then RBCs are formed in red bone marrow. പിന്നെ RBCs are devoid of nucleus. They are biconcave in shape. പിന്നെ
they are red colored due to the presence of hemoglobin. പിന്നെ they transport respiratory gases. പിന്നെ they have a lifespan of 120 days. ഇത് ഇത്രയുമാണ് നമ്മൾ എർത്രോസൈറ്റ്സിന്റെ പ്രത്യേകതകൾ. അപ്പോൾ ആ പോയിന്റ്സ് ആണ് നമ്മൾ ഓർത്തിരിക്കുന്നത്. എന്തൊക്കെയാണ് ഹ്യൂമൻ RBCയുടെ പ്രത്യേകത? അപ്പോൾ RBC ആണ് മോസ്റ്റ് അബണ്ടന്റ്, 5 to 5.5 മില്യൺ ആണ്. പിന്നെ രണ്ടാമത് പറഞ്ഞാൽ അവയ്ക്ക് ശരിക്കും ഫോം ചെയ്യുന്നത് റെഡ് ബോൺ മാരോയിലാണ്. 2 പോയിന്റായി. മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ദേ ഹാവ് നോ ന്യൂക്ലിയസ്, അവയ്ക്ക് ന്യൂക്ലിയസ് ഇല്ല. നാലാമത്തെ പോയിന്റായിട്ട് ആ പോയിന്റ് തന്നെ ലാസ്റ്റ് പറഞ്ഞിരിക്കുന്നത് കൂടെ നമുക്ക് എടുക്കാൻ എന്താണ്? ദേ ആർ ബൈ കോൺകേവ് ഇൻ ഷേപ്പ്. അത് നമുക്ക് നാലാമത്തെ പോയിന്റ് എടുക്കും. ദേ ആർ ബൈ കോൺകേവ് ഇൻ ഷേപ്പ്, അവരുടെ ഷേപ്പ് ബൈ കോൺകേവ് ആണ്. മറ്റ് അഞ്ചാമത്തെ പോയിന്റ് ആണ് RBCs റെഡ് കളേർഡ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് ഹീമോഗ്ലോബിൻ. RBC റെഡ് കളേർഡ് ആണ് കാരണം ഹീമോഗ്ലോബിൻ അത് അടങ്ങിയിരിക്കുന്നു. അടുത്ത പോയിന്റ് നമുക്ക് പറയാൻ പറ്റുന്നത് ദേ ട്രാൻസ്പോർട്ട് റെസ്പിറേറ്ററി ഗ്യാസസ്. ഈ 12 to 16 ഗ്രാംസ് എന്നുള്ളത് ഇവിടെ ഇതിന്റെ RBCയുടെ കൊടുത്ത് എർത്രോസൈറ്റിന്റെ പ്രത്യേകത പറയണമെന്നില്ല, ഞാൻ പറയുന്നത്. അപ്പോൾ ഇവയുടെ ഫംഗ്ഷനാണ് ട്രാൻസ്പോർട്ട് റെസ്പിറേറ്ററി ഗ്യാസ്. പിന്നെ മറ്റൊന്നാണ് ദയർ ലൈഫ് സ്പാൻ ഈസ് ഓൺലി 120 days. അപ്പോൾ ഈ 7 പോയിന്റുകളാണ് നമുക്ക് എർത്രോസൈറ്റ്സിനെ കുറിച്ച് പഠിക്കുന്നത്. മോസ്റ്റ് അബണ്ടന്റ് സെൽസ് ആണ്, റെഡ് ബോൺ മാരോയിലാണ് ഫോം ചെയ്യുന്നത്, പിന്നെ ന്യൂക്ലിയസ് ഇല്ല, പിന്നെ മറ്റൊന്ന് ബൈകോൺകേവ് ഷേപ്പാണ്, പിന്നെ റെഡ് കളറാണ് ഹീമോഗ്ലോബിൻ ഉള്ളതുകൊണ്ട്, പിന്നെ ദേ ട്രാൻസ്പോർട്ട് റെസ്പിറേറ്ററി ഗ്യാസസ്. ഏഴാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ദെയർ ആവറേജ് ലൈഫ് സ്പാൻ ഈസ് 120 days. അപ്പോൾ ഇത്രയും പോയിന്റ്സ് നമ്മൾ RBCയെ കുറിച്ച് ഓർത്തിരിക്കണം. അപ്പോൾ എന്തൊക്കെയാണ് RBCയുടെ പ്രത്യേകത എന്ന് ആർക്കെങ്കിലും പറയാമോ? ഈ പറഞ്ഞ പോയിന്റ്സ് ആർക്ക് പറയാം? വാട്ട് ആർ ദ സ്പെഷ്യൽ പ്രോപ്പർട്ടീസ് ഓഫ് ഹ്യൂമൻ RBC? ആ പോയിന്റ്സ് ഒന്ന് ഓർത്ത് നോക്കി. എന്തൊക്കെയാണ് RBCയുടെ പ്രത്യേകതകളെന്ന്? പറയുക ആൻസിയ. Most abundant is a blood cell. RBCs are formed in the red bone marrow in the adults. Okay. Biconcave in shape. RBC has red-colored iron-containing protein hemoglobin. Function transport respiratory gases. Okay. Lifespan 120 days. Okay, very good answer. ഇനി ആരാ പറയുന്നത്? പ്രോപ്പർട്ടീസ് ഓഫ് RBC. പറയുന്നില്ല. They are most abundant blood cells. They are formed in red bone marrow, devoid of nucleus, and they are biconcave in shape. Okay. They are red color due to hemoglobin. They have respiratory gases. They have a lifespan of 120 days. Okay, very good. ഇനി ആരാ പറയുന്നത്? പറയൂ എല്ലാവരും. ഞാൻ പറഞ്ഞില്ല എന്തെങ്കിലും ഇപ്പം നിങ്ങളുടെ പേരില്ല, ഇനി ഞാനത് എടുത്തു വെക്കാൻ പറ്റില്ല. പറയൂ കൃഷ്ണ. They are the most abundant blood cells. They are formed in bone marrow. They are devoid of nucleus. Okay. They are biconcave in shape. And they have a lifespan of 120 days. Okay. They are red colored due to the presence of hemoglobin. Okay. And they transport respiratory gases. Okay, very good. നീ ആരാ പറയുന്നത്? ട്രീസ പറയൂ. ട്രീസ. They are the most abundant blood cells. Okay. RBCs are formed in the red bone marrow. Okay. RBC are devoid of nucleus. They are biconcave in shape. RBC has red color due to the presence of hemoglobin. They transport respiratory gases. They lifespan only 120 days. Okay, very good, Lisa. Okay. നീ ആരാ പറയുന്നത്? പറയൂ തുളസി. Most abundant cell is the count is about 5 to 5.5 million of the blood. It is found in the red bone marrow in adults. Average lifespan is 120 days. Okay. Biconcave in shape and devoid of nucleus. Red colored iron containing complex protein is present called hemoglobin. Okay. എല്ലാവരും ഓക്കെ വെരി ഗുഡ്. അപ്പോൾ ഇനി ആരാ പറയുന്നത്? ഇനി പറയാനുണ്ടല്ലോ കുറച്ച് പേര് പറയൂ. അത് നമ്മൾ പഠിച്ച് നമുക്ക് അതോട് നിർത്താം. ഇന്ന് അവിടെ എടുക്കാം. ഇനി അടുത്താരാ പറയുന്നത്? പറയൂ ലിജിയ.
ആരാത്? abundant blood cells. ഇത് പേരെന്ന് പറഞ്ഞാൽ RBCs are formed in red bone marrow. Ria. റിയ പറഞ്ഞോളൂ. Most abundant blood cells. RBCs are formed in the red bone marrow in the adults. RBCs are devoid nucleus. Biconcave in shape. Okay. Transport respiratory gases. The average lifespan of 120 days. Okay, very good. ഇനി ആരാ? പറയൂ. അഞ്ജലി ജിൻസ് ഇല്ലേ? അഞ്ജലി പറയൂ. അഞ്ജലി പറയൂ. They are the most abundant blood cells. They are formed in red bone marrow in adults. They are devoid of nucleus in the most of the mammals that are biconcave in shape. Okay. They have red color because of iron containing protein hemoglobin. Healthy individual has 12 to 15 grams of hemoglobin in every 100 milliliter of blood. 100 ml ആണ്. 100 ml. Transport respiratory gases. RBCs have an average lifespan of 120 days factor. Okay. Which they are stored in the spleen. Okay. ശ്രേയ. Most abundant blood cells, RBCs are formed in red bone marrow. They are devoid of nucleus. They are biconcave shape. 12 to 16 grams of hemoglobin present in every 100 ml of blood. They transport respiratory gases. Due to the presence of hemoglobin, they are red colored and they have only a span of 120 days. Play in the graveyard of RBC. Okay. ഇനി ദേവപ്രിയ. പറയൂ ദേവപ്രിയ. Most abundant blood cells formed in red bone marrow in adults, non-nucleated, shaped biconcave. They are red colored due to the presence of protein hemoglobin. Transport respiratory gases. Lifespan only 120 days. Okay. Very good. ഇനി ക്രിസ്റ്റീന. ക്രിസ്റ്റീനയില്ലേ? ഇല്ല. ഡോണ. പറയൂ. Most abundant blood cells, RBCs are formed in the red bone marrow. RBCs are devoid of nucleus and they are biconcave shape. They are red colored due to the presence of the protein hemoglobin and they transport respiratory gases. RBCs have a lifespan of 120 days. Okay. സാന്ദ്ര. പറയൂ സാന്ദ്ര. Most abundant blood cells, RBCs are formed in the red bone marrow in the adults. RBCs are devoid of nucleus and biconcave in shape.